ഹായ് ഹലോ. ഞാൻ ഇന്ന് ചെടി നടാനുള്ള പരിപാടിയാണ്. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു റോസാ കമ്പ് ഞാൻ നട്ടായിരുന്നു. അപ്പം അത് ചെറുതായിട്ടൊന്ന് കിളിച്ച് വന്നിട്ട് അതൊന്ന് പന്നലായി. അപ്പം ആ റോസ പിന്നെ വേറെ രണ്ട് ചട്ടിക്കകത്ത് വെച്ചത് അത് പിടിച്ചതേ ഇല്ല. അപ്പം ഞാൻ അന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ അന്ന് എന്തോ ഞാൻ യാദൃച്ഛികമായിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല, റോസ വെച്ചിട്ട് പിടിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് നമ്മുടെ കൂട്ടുകാരിൽ ആരോ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, ആരാന്നൊന്നും ഓർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് പറഞ്ഞു പിന്നെ റോസയുടെ കമ്പ് മുറിച്ചിട്ട് കുറച്ച് ദിവസം പിന്നെ വെള്ളത്തിലിട്ട് വെക്കാൻ പറഞ്ഞു. അപ്പൊ സിനിമ അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഞാൻ റോസയുടെ കമ്പ് മുറിച്ചിട്ട് ഒരു 10 ദിവസമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കണ്ടോ. എൻ്റെ കൂട്ടുകാർ കാണുന്നുണ്ട്. അപ്പൊ എൻ്റെ കൂട്ടുകാർക്ക് ഇനി റോസ നടുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ അതൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ റോസയുടെ കമ്പ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കണ്ടോ എല്ലാത്തിനും നന്നായിട്ട് കിളിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 ദിവസത്തിന് മേലെയായി ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ വഴക്കും പറഞ്ഞു, പിന്നെ ഇതിങ്ങനെ വെച്ചാൽ കിളിക്കത്തില്ല. അതിൻ്റെ ഞാൻ പറഞ്ഞു അറിയുന്നവർ പറഞ്ഞു തന്നതാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഇതിനകത്ത് നന്നായിട്ട് കിളിപ്പ് വന്നിട്ടുണ്ട്. ഓരോ കമ്പിനകത്ത് കിളിപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ശരി ഇനി ഇതങ്ങ് നടാം. അതപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ റോസാ കമ്പ് നടുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കിളിർപ്പിച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ കിളിക്കുമായിരിക്കും. എനിക്കറിയത്തില്ല കിളിക്കുമെന്ന് വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇത്രയും കിളിർപ്പ് വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കിളിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അന്നേരം നട്ട അതേ ചട്ടിക്കകത്ത് തന്നെ ഞാൻ നടാന്ന് വിചാരിച്ചു. അപ്പം ആദ്യം കുറച്ച് പിന്നെ മണ്ണ് ഇത് വന്നിട്ട് ചകിരിച്ചോറ്, അതെ എന്താ പറയുന്നത്, എന്താണ് അതിന് പറയുന്നത് ചകിരിച്ചോറിന്? അയ്യോ എന്തായാലും പറയുന്നത് എന്തോ ഒരു പേര് പറയുമല്ലോ. എന്നിട്ട് അതിന്റെ കൂടെ ഇച്ചിരി വളമൊക്കെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇട്ട മണ്ണാണ്. അതുകൊണ്ട് ഞാൻ അത് കുറച്ച് ഇടുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാനാണെങ്കിൽ ഇവിടെ തേങ്ങ മേടിക്കുന്ന സമയത്ത് അതിന്റെ ചകിരി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടോ, ഒരു കവർ നിറയെ ചകിരിയുണ്ട്. അപ്പൊ ആ ചകിരി കുറച്ച് ഇട്ടയും വെച്ച് അതിനകത്ത് കുറച്ച് മണ്ണോടെ ഫില്ല് ചെയ്തിട്ട് ഇനി ഇങ്ങനെ നട്ടു വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ റോസ കിളിക്കോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ആണോ എന്താന്ന് അറിയത്തില്ല. എന്തായാലും ഈ റോസ് ഇങ്ങനെ പൊട്ടി കിളിച്ചത് കൊണ്ട് ഇത് നട്ട് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഇതിനകത്ത് മണ്ണ് നിറച്ചിട്ടൊന്ന് നട്ട് നോക്കട്ടെ. കണ്ടില്ലേ, അതിനകത്ത് നിരത്തിയിട്ടേക്കുന്നതുകൊണ്ട് പിന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിങ്ങനെ മണ്ണ് വെച്ച് നട്ടിട്ട് ബാക്കി മണ്ണൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതെന്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കാര്യം പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ നമ്മൾ നടുന്ന സമയത്ത് അതിന്റെ ഇതൊന്നും ഒടിഞ്ഞു പോകാതെ നടണം. ഇത് കിളിക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു 2 കമ്പ് നടാന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഒരു 2 കിളിർപ്പേ വന്നിട്ടുള്ളൂ. അപ്പൊ 2 കമ്പ് ചേർത്ത് നടാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് എന്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. കൂട്ടുകാർ ഇങ്ങനെയാണെന്ന് ചെയ്യുന്നേ, എനിക്ക് അറിയുന്ന ഞാനൊന്ന് പറഞ്ഞത്. അമർത്തണം. പിന്നെ അമർത്താതിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ മണ്ണ് പിടിക്കുന്നേ. ഈ ചകിരി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അതിന് ഗ്യാപ്പ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചകിരിയും കൊണ്ട് ഇട്ടിട്ട് ചെയ്യുന്നത്. ഇതിപ്പം ആൾറെഡി വളം മിക്സ് ചെയ്ത മണ്ണായതുകൊണ്ട് പിന്നെ ഇനിയിപ്പം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ആൾറെഡി ഞാൻ അന്നേരം ആ ചകിരിച്ചോറും മറ്റേ വേറൊരു എല്ലുപൊടിയാണ് ഏതൊരു വളം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടെ മിക്സ് ചെയ്തേ വെച്ചും ഇട്ടതാണ്. പക്ഷെ ആ റോസ് കിളിച്ചില്ല. അപ്പം അത് കിളിക്കാഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ ഇപ്പം ഇങ്ങനെ എൻ്റെ ഒരു അതിനകത്ത് ഫേസ്ബുക്കിനകത്ത് മെസ്സേജ് അയച്ചതാണ്. അപ്പം ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ അത് സക്സസ് ആയി കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സംഭവം അങ്ങനെയുണ്ട്, സംഭവം കിടുമല്ലേ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇനി റോസ കമ്പ് വെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അങ്ങനെ ഡയറക്റ്റ് നടാതെ ഇങ്ങനെ ഒന്ന് കിളിർപ്പിച്ചിട്ടൊന്ന് നട്ട് നോക്കൂ. അപ്പം ഇതിനകത്ത് ഇപ്പം ഞാനിങ്ങനെ കിളിർപ്പിച്ചിട്ടാണ് നടുന്നത്. ഇത് പിടിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇത് നടുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ചെറിയൊരു ഇൻഫർമേഷൻ അല്ലേ. ഇതറിയാത്തവരൊക്കെ കാണത്തില്ലേ, അറിയാത്തവർക്കൊക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ചകിരിയൊക്കെ ഇട്ടിട്ട് ചകിരിച്ചോറും എല്ലാം വെച്ച് മിക്സ് ചെയ്തിട്ട് നട്ടിട്ടുണ്ട്. കണ്ട എൻ്റെ റോസ റെഡി. ഇങ്ങോട്ട് കൊണ്ടുപോക്കൂ സേ, ഇത് കാണിക്കൂ, നമ്മളുടെ ചെടി നട്ടത് കാണിക്കൂ. കണ്ടില്ലേ? ഓക്കേ. അയ്യോ, അപ്പം ഇനി ഇത് അനങ്ങാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇനി
ഇത് ഇനി ഒരു ചട്ടിയിലൂടെ നടാനുള്ളതുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട്. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയോ? അപ്പം എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ചെയ്യാറുണ്ടോ, ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് മെസ്സേജ് അയയ്ക്കുക. അപ്പം ഞാൻ ഇതുകൂടെ ഒന്ന് നട്ടു വെക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത്. ടേക്ക് കെയർ, ബൈ, സീ യു.